അല്ല അതെ പെട്ടെന്ന് അങ്ങോട്ട് പറയണം. മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് എന്തായാലും അറിയേണ്ട കാര്യമല്ലയോ. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ നിക്കർ മേടിക്കാൻ നിന്നെ എല്ലാ ഷൂട്ടിനും നിക്കർ ഇടാൻ വേണ്ടി ഇരുന്നു, പക്ഷെ കിട്ടിയില്ല. നിങ്ങൾ നിക്കർ ഇടാണ്ടിരിക്കുക എന്താണേലും ചെയ്യും, പക്ഷെ കുറുമ്പ് കാണിച്ചാൽ ഞാൻ വല്ലാത്തിയാക്കും. യു നോ, ദിസ് ഈസ് ദ ഇന്ത്യൻ വുമൺ സർവൈവിംഗ് ഫോർ ദ ഫാമിലി ഇൻ ദ നെയിം ഓഫ് സുധിയേട്ടൻ. സോ സാഡ്. വല്ലാത്തിയാണ് സ്വാമിയുടെ ചുക്കാമണിയുമ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചു. എൻ്റെ ചുക്കാമണിയുമ തൊടല്ലേ, പോയി ഭർത്താവിൻ്റെ ചുക്കാമണിയുമ തൊടാൻ പറഞ്ഞിട്ട് വിട്ട്. സ്വാമി ഒരു നല്ല മനുഷ്യനാ. എന്തായാലും സ്വാമിയുടെ ചുക്കാമണിയുമ തൊട്ടല്ലേ ഡെറ്റോൾ ഇട്ടൊന്ന് കഴുകിയേക്കും, അല്ലെങ്കിൽ വല്ലാത്തിയോ. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും, എനിക്കത്ര പറയാനുള്ളൂ. എന്തൊക്കെ കുട്ടികളെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ് സുഖം. വലിയമാക്കോ? പ്രതിയും സലവാട്ടും അതിനാൽ തുടങ്ങുക അവിടുത്തെ വേദാന്തലമുടെയോ അതെന്തായാലും നന്നായി വല്യമ്മ. അത് ഉമ്മമാരൊക്കെ പറയാറുണ്ട് ഈ നോമ്പില് മൊബൈലിൽ തോണ്ടിയിരിക്കാണ്ട് വല്ല നല്ലത് ഖുർആൻ എടുത്ത് തോത് സലാത്തുന്നൊക്കെ. ഇതിപ്പോ എന്തായാലും ഫേസ്ബുക്കിൽ നിന്നുള്ള കുടിയേറി പാർക്കില് ഇങ്ങനെ ഒരു ഗുണുണ്ടായി. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ബർക്കത്തായി. എന്താ മൊയ്യതിമാല, സൂറത്തുകള്, എന്തൊരു ഭക്തി നിർഭയായിപ്പോ ഇൻസ്റ്റാഗ്രാം. വല്ലാത്ത ആദ്യം തന്നെ അല്ലേ? എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. ഇതൊന്നും വംശനാശം പിടിച്ചിട്ടില്ല അല്ലേ? ഈ കുറുമ്പന്മാർക്ക് ഈ പാട്ട് ശരിയാവില്ല, ഞാൻ പറഞ്ഞുതരാം. വർമുടികൾ മുല്ലപ്പൂവും തന്നെ പൊട്ടും ചുണ്ടൽ ചെറു പുഞ്ചിരി കൊണ്ട വെള്ളന്റെ മഴക്കിടുണ്ടേ. വല്ലാത്തതില്ലേ? ഇക്കാക്കെന്താ അങ്ങനെ ഇരിക്കണേ? അത്താഴത്തിന് ഉമ്മ വിളിച്ചിട്ട് നമ്മൾ ഉറക്കിപ്പിച്ചാലിരിക്കൂല, അതേപോലെ ഇരിക്കണ്ടല്ലേ പുള്ളി. കുറുമ്പനാണ് അല്ലേ? നമ്മളെ ക്ലാസ്സില് പഠിക്കുമ്പോൾ നമ്മളെ ക്ലാസ്സിലൊക്കെ ഇതുപോലത്തെ മുകളിലെ കുറുമ്പന്മാരുണ്ടാവല്ലേ, അതിനാണ് എനിക്ക് ഓർമ്മ വരണേ. നല്ലൊരു കുറുമ്പൻ, നല്ല രസമുണ്ട്. വല്ലാത്തിയത് അഭ്യാസം എടുത്തോണ്ടല്ല അബദ്ധം പറ്റിയ കളിക്കല്ലേ. സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കൊച്ചമ്മമാരോട് പറയരുതേ. അല്ലെങ്കിലും പ്രസന്റേഷൻ ഡിന്നർ സെറ്റ് ഒക്കെ മേടിച്ചിട്ട് കല്യാണത്തിന് പോകുമ്പോ കുറച്ച് പത്രാസ് ആവാം, കുഴപ്പമില്ല. കണ്ണാട ഉണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എന്താ പറഞ്ഞെന്നുള്ളൊന്ന് ആലോചിച്ചോക്കെ. അയ്യോ എന്താണ് ഇറങ്ങിപ്പോടെ ചെറ്റേ ഇല്ലേ, കയ്യും കാലും കൊത്തിക്കാളും. കോണകസ്വാമി യോഗാചാര്യൻ. വാട്ട് ഈസ് ദിസ് കോണകം? യോഗ കാണിക്കാ, ശരിക്കും നിൽക്കാൻ അറിയില്ലല്ലേ? ഇതെന്ത് യോഗ? തമ്പാക്കും തിരികെ നടക്കാല്ലേ? കള്ള കുറുമ്പൻ സ്വാമി. യോഗ ചെയ്യ, ആൾക്കാരെ പറ്റിക്കുക, എന്നിട്ട് തമ്പാക്കും തിരികെ നടക്കാം. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. കൂട്ടുകാരെ, ഇതാണ് തുപ്പൽ ഉസ്താദ്. പുള്ളി ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ തുപ്പു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആ തുപ്പലത്തിന്റെ ഓറുണ്ടല്ലോ ഫുള്ള് സ്പ്രെഡായിട്ട് ഭക്തജനങ്ങളുടെ തലയ്ക്ക് വന്നടിക്കണേ. ഫുൾ മൈഗ്രെയിൻ പേഷ്യൻസ്. അത് ഉസ്താദിന്റെ തുപ്പലാണ് അതിനുള്ള ഔഷധം. വല്ലാത്ത അതി തുപ്പല്ലേ കുറുമ്പൻ. ഹലോ, ഇവിടെ ഇടൂ. ഇവിടെ ഇടൂല്ല, അവിടെ എവിടെയായാലും നമുക്ക് ഇട്ടാ പോരെ. കൂട്ടുകാരെ, കല്യാണ ചെക്കെന്ന് നോക്കിയാൽ 500 രൂപയുടെ ചേഞ്ച് ചോദിച്ചിട്ട് കിടന്ന് കരയണ നോക്കിയ. തമ്പാക്ക് മേടിക്കാനാണ് ചേഞ്ച് ചോദിക്കണത്. കല്യാണ പെണ്ണിലാണെങ്കിൽ ചേഞ്ച് ഉണ്ട്, കൊടുക്കൂല. മുട്ടായി മേടിക്കണം എന്ന് പറഞ്ഞിട്ട് കരയണ്, ഞാൻ കൊടുക്കൂല ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. നോക്കിയാൽ അമ്മമാരൊക്കെ പിടിച്ച് വലിച്ച് ചേഞ്ച് വലിച്ചെടുക്കണ് കയ്യിൽ നിന്നിട്ടാ. കല്യാണ പെണ്ണിന്റെ കയ്യിലിരിക്കണ ചേഞ്ച് എവിടേക്കും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ്റെ കൈയായിട്ട് അങ്ങോട്ട് കെട്ടി. ഓ, മാങ്കല്യം തന്നു ഞാനേനാ. നോക്കിയേ ഇവിടെ കല്യാണ ചക്ക കുറുമ്പ. നീ എന്തിനാ കരയണേ? നിനക്ക് തമ്പാക്ക് മേടിക്കാൻ നിനക്ക് ചേഞ്ച് കിട്ടിയില്ലേ? നീ കരയണ? കരയല്ലേ, ചിരിക്കണു. കല്യാണ പെണ്ണാണെങ്കിൽ ചേഞ്ച് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ടു വീണു. ഓ,
ഒരു വല്ലാത്ത കല്യാണം തന്നെയല്ലേ. അപ്പൊ ഇനി എന്താ പരിപാടി? ചെക്കൻ സ്നേഹത്തോടെ തന്നെയല്ലേ, ഗുലാബ് ജാമല്ലേ കഴിച്ചോ, മേക്കപ്പ് പോവില്ല. ചെറിയൊരു ഗുലാബ് ജാമല്ലേ, മേക്കപ്പ് പോവില്ല. അത് നല്ല മേക്കപ്പ് ആയിട്ട് അല്ലേ. വല്ലാത്ത ലവ് യു ഡിയർ. ലവ് യു ടു സായി. ലവ് യു ടു നായിനാ. എത്രമാത്രം? പറയാൻ പറ്റാത്ത അത്രയും സ്നേഹമുണ്ടെങ്കിൽ അത് ഉമ്മയായിട്ട് തന്നെ. എന്തായാലും നല്ല കാര്യം. പറയാൻ കഴിയാത്ത സ്നേഹം ഉമ്മയായി കൊടുത്തു. ഇപ്പൊ വേണ്ട. നേരിട്ടല്ലോ, അത് കല്യാണം കഴിഞ്ഞ്. ഇപ്പൊ ഫോണിലൂടെയല്ലേ. എന്നാ ശരി. ഉമ്മ. താങ്ക് യുടാ. ഞാൻ വീട്ടിൽ പറഞ്ഞ് ഉടൻ തന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. വേറെ കുട്ടികളുടെ കല്യാണല്ലേ പറയുന്നത്. 10ാം ക്ലാസ് തുല്യത ക്ലാസ്സിൽ വെച്ചിട്ട് ലൈനായിട്ടേ രണ്ടുപേരും കിടന്നിട്ട് പൂക്കി കളിക്കാം. വല്ലാത്ത അതിനു മുമ്പേ വന്ന് ചോദിച്ചു വെച്ചോ, ഇല്ലെങ്കിൽ വല്ലവനും കൊത്തിക്കൊണ്ട് പോകും. കൊത്തിക്കൊണ്ടുപോകാൻ എന്തത് ബലിക്കാക്കെ. 10 വിസിലടിച്ചാലും വേവാത്ത മൂപ്പുണ്ട് രണ്ടിനും. എന്നിട്ട് രണ്ടും കൂടി വല്ലാത്തിയാവാ. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കല്ലടാ. എടുക്കണം. പഠിക്കേണ്ട സമയം പഠിക്കാണ്ട് പറങ്ങാണ്ടി പറക്കി നടന്നിട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ആയത്. എനിക്ക് അറിയായിരുന്നു ഇങ്ങനെ വരുന്നു. തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന അമ്മൂമ്മേനെ പിടിച്ചിട്ട് വൈഫ്. അത് വൈഫല്ല, ഗ്രാൻഡ്മ. പുറം രാജ്യങ്ങളിൽ വേണമെങ്കിൽ ഗ്രാനി എന്നും പറയും. വല്ലാത്ത ചെറുക്കൻ. എന്താണെന്ന് അറിയില്ല, നിന്നോട് മുമ്പ് ഒരിക്കലും പറയാൻ തോന്നാത്ത ഒരു കാര്യം ഇപ്പൊ പറയണം തോന്നുക. എന്റെ സബിലൊക്കെ വന്നിട്ടുണ്ടാവും. എനിക്ക് സബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും. കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും. അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നെ തെറിയും വിളിക്കും, ആസ്വദിച്ചിട്ട്. അപ്പൊ ആസ്വദിക്കാൻ വേണം. ആരെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ അതിനെ തെറിയും പറയും. എന്തൊരു കഷ്ടമാ നോക്കിയേ. കാണിച്ചാലും തെറി, കാണിച്ചില്ലേലും തെറി. ഈ സ്ത്രീകൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കും? വല്ലാത്തതില്ലേ. ആക്രാന്തം കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോയില്ല, ഇവിടെ തന്നെ കാണും. കല്യാണ പെണ്ണ് ചെക്കന് മുടിയിരി കൊടുത്തിട്ട് ഒരൊറ്റ ഓട്ടം ഒളിച്ചോടിപ്പോയി. പിന്നെ ആലോട് നോക്കിയ കല്യാണ ചെക്കന്. ഇവിടെ ഒരു മഹാദുരന്തം നടന്നപ്പോ അവിടെ ഡാൻസ് കളിക്കണ നോക്കിയേ. ഇത് വല്ലോ അറിയണ്ട. വല്ലാത്തതികള്. ഇനിയിപ്പോ കല്യാണം കഴിക്കാൻ പോണവരോടാണ് എനിക്ക് പറയാനുള്ളത്, മുടിയിരാൻ വരുമ്പോ നിങ്ങൾ നിന്ന് കൊടുക്കല്ലേ. വല്ലാത്തതിയായാലോ. കുറുമ്പൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഭക്തിയുടെ പേരിൽ കള്ളു കുടിച്ചിട്ട് അങ്ങോട്ടും കിട്ടും. നിങ്ങൾ കുടിച്ചാ ഭക്തി, ബാക്കിയുള്ളവർ കുടിച്ചാ കള്ളുകൂടിയല്ലേ. എല്ലാത്തിയാദ്യം തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തേക്ക് നോക്കിയ ഒരാളെ ടെക്കിങ്സ് കൊടുക്കാൻ നടന്നു തന്നെ വഴിയിൽ ടെക്കിങ്സ് വായൽ ഇങ്ങനെ പൊത്തിയാ മതി. എന്തായാലും നല്ല ജോലി തന്നെ. ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന കൂട്ടുകാരനെ ഒന്ന് മെൻഷൻ ചെയ്യും. നമുക്ക് വല്ലാത്തിയാദ്യാക്കാം. കൊറേ എങ്ങനെ സൂക്ഷിച്ചു നോക്കണ്ട. എന്നത് ശരിക്കും കല്യാണം കഴിഞ്ഞതാ. വല്ലാത്തിയ എന്റെ ഈ പ്രായത്തിലൊക്കെ ഞാൻ പുൽപ്പടിയും പുലച്ചാറിനൊക്കെ പ്രണയിച്ച് കിടന്നിരുന്നു. ഈ സമയത്തൊക്കെ കല്യാണം കഴിച്ചൂലേ. എന്തിനിങ്ങനെ നോക്കിയിരിക്കണേ? കല്യാണം കഴിയാത്തവന്മാർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്ക്. വല്ലാത്തിയാവട്ടെ. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. നല്ലൊരു നാട്യനൃത്തം. അയ്യോ, ഇപ്പൊ വാൻ എടുത്താലും നമ്മൾ അങ്ങനെ നിൽക്കാൻ പാടില്ല. എന്നൊക്കെ നമ്മളപ്പോ ഇങ്ങനെ സ്റ്റെപ്പ് ഇടണം. ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടിട്ടേ എന്നിട്ട് വേദന ഇവിടെ എത്തുമ്പോ ഒഴുക്കി കളയണം. ആരും കാണൂലല്ലോ. എന്നിട്ട് പ്രസന്നവദനായിട്ടിട്ട് ഇങ്ങോട്ട് പോകണം. സ്റ്റെപ്പോട് കൂടിയിട്ട് ഇനി വരുമ്പോ സന്തോഷിച്ചിട്ട് തന്നെ നിൽക്കണം. വേദന മൊത്തം അവിടെ മറച്ച് കളയണം. വല്ലാത്ത എന്താ ഏതാ എവിടുന്ന പറിച്ചെടുത്തെന്ന് അറിയാണ്ട് മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു ചാണകത്തിൽ കിടന്ന് കളിക്കാതെ ഉറുമ്പൻ. ചാണകം എന്ന് പറഞ്ഞാൽ തിങ്ങിന് വളമായിടുന്ന സ്ഥലമാണ്, അല്ലാണ്ട് തലക്ക് വളമായിടുന്നതല്ല. വല്ലാത്തിയതികളല്ലേ. എടാ, അവൻ വീണതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടില്ലല്ലോ. നോക്കി എഴുന്നേറ്റ് ഓടണം. നോക്ക്, ആ ഒരു കോൺഫിഡൻസ് ആണ്. വീണോടത്തുനിന്ന് എഴുന്നേറ്റ് ഓടാണ്. ആരാത്മതയിൽ ആദ്യം വീണോടത്ത് വീണിടുന്ന മതിയായിരുന്നു, പിന്നെ തിരിച്ചോടണ്ടായിരുന്നു. നോട്ടുമാലിട്ടിരിക്കുന്ന ദൈവം. അയ്യേ, ബാഡ് ടച്ച്, ബാഡ് ടച്ച്. ഇത് ബാഡ് ടച്ച് ആണ്. അത് ഏത് ദൈവമാണെങ്കിലും ഞാൻ പറയും ബാഡ് ടച്ച് ആണ്. നോക്കിയ കുട്ടികൾ കളിക്കണ പിയാനെ വെച്ചിരിക്കുക ആളെ പറ്റിക്കാൻ. വല്ലാത്ത ദൈവം തന്നെ. എന്നിട്ട് ബാഡ് ടച്ച്.
ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി ജീവിക്കുന്ന വീട്ടമ്മമാരുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ തീർത്ത് കൊടുക്കരുത്, വല്ലാത്ത ആദ്യാവും. സാലിഹായ ഇബ്ലീസ്, റമദാനും ഇല്ല ഷാജഹാനും ഇല്ല അല്ലേ? വല്ലാത്ത തന്നെ. സാത്താന്റെ വായയിൽ തുപ്പിയിട്ട് പനിനീര് തെളിയിച്ച് സാത്താൻ വായനോറ്റം കൊണ്ട് ബോധം കെട്ട് വീണ്. വല്ലാത്ത സാത്താൻ സമാധിയായില്ലേ വായനാറ്റം കൊണ്ട്. പ്രണയത്തിന് ശരീരമോ സൗന്ദര്യമോ ഒന്നുമില്ല, പക്ഷെ സ്നേഹം കൂടിയിട്ട് ആ പിഞ്ച് ഭർത്താവിനെ പിടിച്ച് ഉറുക്കരുത്, ചമ്മന്തി പോകും. വല്ലാത്തതില്ലേ. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂട്ടുകാരെ ഇതൊന്നും നോക്കിയേ, ഭർത്താവിനെ മണ്ണിന്റെ അടി കുഴിച്ചിട്ടിട്ട് ആ തലേനെ ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് പൂജിക്കാം. അദ്ദേഹത്തിന്റെ ലിംഗം താഴെന്ന് നിങ്ങക്ക് വല്ല ഓർമ്മ ഉണ്ടാവും. പക്ഷേ ഭർത്താവിന്റെ ലിംഗം നോക്കാണ്ട് ശിവലിംഗം പൂജിക്കാൻ നിൽക്കണം. വല്ലാത്തത്. ഡെയിലി സേഫാ. വല്ലാത്തത്. ഈ അമ്മായിക്ക് ഇത് എന്ത് പറ്റി? എന്താണ് ഇങ്ങനെ ആടണത്? കണ്ണും പാടൊക്കെ എന്താ ഇങ്ങനെ? ഓ സാത്താൻ കയറിയാന്നേ കണ്ട അവിടെ പാസ്റ്റർ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പാസ്റ്ററിനെ കൂട്ടിയാക്കണില്ലേ സാത്താൻ കയറിയിട്ട് അമ്മായി? ഓ ഛർദിക്കോ അത്? 750 രൂപ കൂടുതൽ കിട്ടിയില്ലേ ഇന്നത്തെ അഭിനയത്തിന്? വല്ലാത്ത തന്നെ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയ്ക്കരുത് കേട്ടോ.